Hello everyone. iOS 26 beta 6 Apple Pro release ചെയ്യുന്നുണ്ട്. ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 1.99 GB എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. കുറേയധികം ഡിവൈസുകൾക്ക് അപ് ടു 3 GB വരെയാണ് ഈ ഒരു അപ്ഡേഷൻ സൈസ് പോകുന്നത്. ആൻഡ് ആപ്പിൾ ഇതിൻ്റെ കൂടെ തന്നെ കുറേയധികം പുതിയ ബേറ്റാസും റിലീസ് ചെയ്തിട്ടുണ്ട്. iPadOS, macOS, tvOS, watchOS എന്നിങ്ങനെ കുറേയധികം പുതിയ അപ്ഡേഷൻസും ബേറ്റാസ് ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ പറയുന്ന തൊട്ട് മുമ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ റെഗുലറായിട്ട് എല്ലാ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ പറ്റും. തുടക്കം തന്നെ നമുക്ക് ഈ അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിങ്സിൽ പോവാം. സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും iOS 26 23A 5318C എന്ന്. നമുക്ക് ഇനി മിക്കവാറും 2 ബീറ്റാസ് ആയിരിക്കും വരാൻ പോകുന്നത്. അതിനുശേഷം RC റിലീസ് ആൻഡ് ഒഫീഷ്യൽ അപ്ഡേഷൻ എന്നിങ്ങനെയായിരിക്കും ഇതിൻ്റെ പാറ്റേൺ. എന്നാണ് ഒഫീഷ്യൽ റിലീസ് വരാൻ പോകുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോയും കാണുക. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ പുതുതായിട്ട് ആപ്പിൾ മോഡേൺ ഫേംവെയറും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ടെക്നിക്കലായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ഈ പറയുന്ന മോഡേൺ ഫേംവെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് നമ്മുടെ ഫോൺ ബൂട്ടപ്പായി വരുമ്പോൾ തന്നെയാണ് ഏറ്റവും ആദ്യം ഒരു ലോഞ്ച് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു പുതിയ ഇൻട്രൊഡക്ഷൻ ഗൈഡ് ആപ്പിൾ തരുന്നുണ്ട്. നമ്മുടെ ഐഫോൺ ബൂട്ടപ്പായി വരും തന്നെ ഇങ്ങനെ ഒരു പുതിയ ഒരു ഇൻട്രോ അങ്ങനെ ഒരു ഇൻട്രോ ആണ് നമുക്ക് വരുന്നത്. ഇത് എല്ലാം ലിക്വിഡ് ക്ലാസിൻ്റെ ബാക്കി കാര്യങ്ങളും പഠിപ്പിക്കുകയാണ്. ക്യാമറയുടെ ബാക്കി കാര്യങ്ങൾ, അതേപോലെ സഫാരി, ഇതേ ഇപ്പോൾ നമ്മുടെ നോട്ട്സ് ആപ്ലിക്കേഷൻസ് എന്നിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞതേ ഫോൺ എടുത്തുള്ളൂ അപ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഗൈഡ് വരുന്നുണ്ട്. ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. അതോടൊപ്പം അടുത്ത വന്ന ഒരു മെയിൻ ചേഞ്ചാണ് നമുക്ക് ഏകദേശം 7 പുതിയ റിംഗ് ടൂണാണ് ആപ്പിൾ തന്നിരിക്കുന്നത്. നേരെ സെറ്റിങ്സ് എടുക്കാം. അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നമ്മുടെ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് സെലക്ട് ചെയ്യാം. സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ റിംഗ് ടൂൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഈ റിഫ്ലക്ഷൻ എന്ന ഓപ്ഷനിൽ സൈഡിലേക്ക് ഒരു ചെറിയ ടോഗിൾ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത്ര മാത്രമായിട്ടുള്ള റിംഗ് ടൂൺസ് നമുക്ക് കിട്ടുക. ഇതൊരു 6 റിംഗ് ടൂണാണ്. നമുക്ക് ഓരോന്ന് കേട്ടു നോക്കാം. ഡിഫോൾട്ട് ഇനി ബോയന്റ്, ഡ്രീമർ, പിന്നെ പോണ്ട്, പോപ്പ്, റിഫ്ലക്റ്റഡ്, സെർച്ച്. പിന്നെ ഇതിലൊന്നും കൂടാതെ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു റിംഗ് ടൂണും ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ലിറ്റിൽ ബേർഡ്. ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ റിംഗ് ടൂൺ റിഫ്ലക്ഷൻ താഴത്ത് നമ്മൾ യൂഷ്വലി ഇവിടെ മാത്രമാണ് ശ്രദ്ധിക്കുക. പക്ഷെ താഴത്ത് ഇവിടെ ലിറ്റിൽ ബേർഡ് എന്ന റിംഗ് ടൂൺ ഉണ്ട്. അത് നമുക്ക് കേട്ട് നോക്കാം. എനിക്ക് ഈ റിംഗ് ടൂൺ കണ്ടപ്പോൾ കുറച്ചുകൂടെ ഇംപ്രസീവായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ഈ റിംഗ് ടൂൺ ഇപ്പോൾ ഞാൻ കുറച്ചു നേരം മുമ്പ് വരെയും ഇട്ടത് ബോയൻ്റ് ആയിരുന്നു. ഞാൻ ആ ഒരു റിംഗ് ടൂൺ മാറ്റി ഇപ്പോൾ ലിറ്റിൽ ബേർഡിലേക്ക് മാറിയിട്ടുണ്ട്. മേ ബി കുറച്ച് നാൾ നമുക്ക് ലിറ്റിൽ ബേർഡ് ഇട്ട് നോക്കാം. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ റിംഗ് ടൂൺ ഏതാണ് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്ത ചേഞ്ച്, ആപ്പിൾ എല്ലാ ആപ്ലിക്കേഷൻസിനും ഒരു പുതിയ ആപ്പ് ലോഞ്ചിങ് ആനിമേഷൻ കൊണ്ടുവന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക് എടുക്കുകയാണ്. ശ്രദ്ധിച്ച് നോക്കിക്കോ, ഒരു ആനിമേഷൻ പുതുതായിട്ട് കണ്ടോ? ആ ഒരു ജമ്പിങ് സ്റ്റൈല് പുതുതായിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പോപ്പപ്പിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം ഒരു പുതിയ ആനിമേഷൻ, ഒരു എന്താ പറയുക, ജമ്പിങ് അല്ലെങ്കിൽ ഈസിനായിട്ട് വരുന്ന ഒരു ആനിമേഷനാണ് ഇവിടെ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ചേഞ്ച് പെർഫോമൻസിനെയും അതോടൊപ്പം ആപ്പിൻ്റെ ആ ഒരു ലോഞ്ചിങ്ങും ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ആപ്പിൾ മ്യൂസിക് മാത്രമല്ല, ഇപ്പോൾ ഫോട്ടോസ് എടുക്കാം, അതിനുശേഷം ഫോൺ എടുക്കാം, സഫാരി എടുത്തു,
എല്ലാ ആപ്ലിക്കേഷൻസും ഇതേ കണ്ടോ, സഫറിയുടെ ഒക്കെ ആ ഒരു ആനിമേഷൻസ് ഭയങ്കര പുതുതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ ഒരു ആനിമേഷൻ ചേഞ്ചും എല്ലാ ആപ്ലിക്കേഷൻസിലും ഇംബിൾഡ് ആപ്ലിക്കേഷൻസിൽ എന്തായാലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ബീറ്റ 5-ൽ ഞാൻ പറഞ്ഞു തന്നു ക്യാമറയിൽ ഒരു ക്ലാസിക് മോഡിന്റെ ഒരു ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. കാരണം ഈ പറഞ്ഞ ക്യാമറ എടുക്കുമ്പോൾ ഡിഫോൾട്ട് നമ്മുടെ സ്വൈപ്പിങ്ങിന് പകരം ഓപ്പോസിറ്റ് സ്വൈപ്പിംഗ് ആയിരുന്നു വന്നുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ ലെഫ്റ്റിലേക്ക് കമാൻഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് തന്നെയുള്ള ഓപ്ഷൻസ് ആണ് പോകുന്നത്, റൈറ്റിലേക്ക് കമാൻഡ് ചെയ്യുമ്പോൾ റൈറ്റിലേക്കുള്ള ഓപ്ഷൻസ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബീറ്റ 5-ൽ നമുക്ക് വന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു ആ ഒരു കമാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ കമാൻഡ് എങ്ങോട്ടായിരുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു ആക്ഷൻസ് പോയിക്കൊണ്ടെന്ന് വെച്ചത്. അത് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ക്യാമറ സെറ്റിംഗ്സിൽ നമുക്ക് ക്ലാസിക് മോഡ് എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷൻ ആപ്പിൾ റിമൂവ് ചെയ്തിട്ട് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇത്ര നാളെ എങ്ങനെയായിരുന്നു നമ്മുടെ കമാൻഡ് അനുസരിച്ചുള്ള ആ ഒരു മോഷൻ തന്നെയാണ് ഇവിടെ ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ മെസ്സേജിങ് ആപ്ലിക്കേഷനിലാണ്. നേരെ ഈ പറഞ്ഞ സെറ്റിംഗ്സ് എടുക്കാം, സ്ക്രോൾ ഡൗൺ ചെയ്ത് ആപ്ലിക്കേഷൻസ് എടുത്തിട്ട് നമുക്ക് മെസ്സേജിങ് ഓപ്ഷനിലേക്ക് പോവാം. നേരെ ഈ പറഞ്ഞ മെസ്സേജസ് എടുക്കുക, താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ഓപ്ഷൻ കാണാൻ പറ്റും, ടെക്സ്റ്റ് മെസ്സേജ് ഫിൽട്ടർ എന്ന്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡിവൈസിലുള്ള ഏതൊക്കെ മെസ്സേജിങ് ഓപ്ഷനാണ് അത് എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യേണ്ടത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഫോൺ തന്നെ ഇംബിൾഡ് മെസ്സേജ് ഫിൽട്ടർ ആണ്. അല്ല നിങ്ങൾക്ക് ട്രൂ കോളറോ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തും നിങ്ങൾക്ക് മെസ്സേജ് ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. അടുത്ത വന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് സ്വിച്ചസിൽ ഒരു പുതിയ ചേഞ്ച് അല്ലെങ്കിൽ ആനിമേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഇത് യൂഷ്വൽ നമ്മുടെ iOS 26 വന്ന സ്വിച്ചിൻ്റെ ചേഞ്ചാണ്. പക്ഷേ ആ ഒരു സ്വിച്ചിന് പുതിയൊരു ആനിമേഷൻ അല്ലെങ്കിൽ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓഫ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഉണ്ടോ, ആ ഒരു ചെറിയ ചേഞ്ച്, ആ ലിക്വിഡ് ഗ്ലാസിൻ്റെ ചേഞ്ച് ഇവിടെ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഈ ഒരു ചേഞ്ച് വല്ലാണ്ട് ഇഷ്ടമായി. കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു ചേഞ്ച് ഇഷ്ടമായിട്ടില്ല എന്നൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന ചേഞ്ച് നമ്മുടെ ലോക്ക് സ്ക്രീനാണ്. ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ക്ലോക്കിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്ലാസി എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്ലാസി ഫിനിഷ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു 7ന്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചും കൂടെ 7 ആ ഒരു ഗ്ലാസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ എനിക്ക് നേരിട്ട് നോക്കുമ്പോൾ നല്ലൊരു ഗ്ലാസി ഫിനിഷാണ് ഇവിടെ ഈ ഒരു 7നും അതുപോലെ 8ന്റെ ഈ ഒരു എഡ്ജിലും വന്നിരിക്കുന്നത്. 4ന്റെ ഇവിടെ കുറച്ച് ലൈറ്റ് കാണാം, പക്ഷേ ബാക്കിയെല്ലാം നമുക്കൊരു ഗ്ലാസി ഫിനിഷ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേ സെയിം ഗ്ലാസി ഫിനിഷ് ഇവിടെ വിജറ്റ്സിലും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. iOS 18-ലൊക്കെ നമുക്കുണ്ടായ വിജിറ്റ് ഈ ഒരു ലുക്കിലായിരുന്നു, ഒരു എന്താ പറയുക, ഒരു ഫെയ്ഡ് ആയുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. പക്ഷെ 26-ലേക്ക് വരുമ്പോൾ വിജിറ്റിലും ആപ്പിൾ ആ ഒരു ഗ്ലാസി ഫിനിഷ് ഇവിടെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന ചേഞ്ച് നമ്മുടെ ഗെയിമിംഗ് മോഡിലാണ്. നേരെ നമുക്ക് ഈ പറഞ്ഞ ഗെയിമിംഗ് ആപ്പ് എടുക്കാം, അതിനുശേഷം നമ്മൾ ഗെയിം കളിക്കുന്ന ആ ഒരു ഗെയിംസ് എടുക്കാം. ഗെയിം എടുത്തു, ഇവിടെ ഗെയിമിംഗ് മോഡ് എന്നാണ് ഓപ്ഷൻ ഓൺ ആയിരിക്കുന്നത്. കഴിഞ്ഞ അപ്ഡേഷൻ വരെ ഗെയിമിംഗ് മോഡിൻ്റെ ഒരു ഓവർലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വന്നിരുന്നത്. നമ്മുടെ കൺട്രോൾ സെൻറ്റർ എടുക്കാം. കൺട്രോൾ സെൻറ്ററിൽ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഗെയിം ഓവർലേ എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം, ഗെയിം ഓവർലേ എടുത്തു. ഇവിടെ ആ ഒരു ഇ സ്പോർട്സിൻ്റെ താഴത്ത് അല്ലെങ്കിൽ ഈ ഫുട്ബോളിൻ്റെ താഴത്ത് വേറൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഗെയിം ഓവർലേ എന്ന്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെയിം എന്താണ്, അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്താണ്, എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗെയിം സെൻറ്റർ വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സും ബാക്കി കാര്യങ്ങളും ഇവിടെ ആക്സസ് ചെയ്യാം. തേർഡ് ഓപ്ഷനാണ് ഒരു കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ കൺട്രോളർ ജോയ്സ്റ്റിക്കോ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാം. അതുപോലെ ഗെയിം മോഡ് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ സൗണ്ടും ബ്രൈറ്റ്നസ്സും ഇവിടെ കൺട്രോൾ ചെയ്യാം. എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഓവർലേ ഓപ്ഷനിൽ ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നുണ്ട്. ഗെയിമേഴ്സിന് ഈ പറഞ്ഞ മോഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം ഡിസ്റ്റർബൻസ് ഇല്ലാതെ തന്നെ ഗെയിമിങ് ആസ്വദിക്കാനും അതുപോലെ ഗെയിമിങ് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഈ ഒരു അപ്ഡേഷൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റും സ്മൂത്ത്നെസ്സും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും ഇതൊരു പ്രൊമോഷൻ ഡിസ്പ്ലേ ഡിവൈസ് അല്ല, എന്നിട്ട് പോലും അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്മൂത്ത്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആപ്പ് ലോഞ്ചിങ്ങിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം, iPhone 11 എന്ന് പറയുന്നത് കുറേ ജനറേഷൻസ് പുറകിലുള്ളൊരു ഡിവൈസാണ്. ആ ഒരു ഡിവൈസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള iOS 26 ഇടുമ്പോൾ അതിൻ്റെതായ കുറച്ച് ഹിക്കപ്സും അതേപോലെ കുറച്ചത് എന്താ പറയുക ഒരു ഇഴയിലും ബാക്കി കാര്യങ്ങളും കോമൺ ആണ്. iPhone 16, 17 എന്നീ പറഞ്ഞ സീരീസിലൊക്കെ iOS 26 ഭയങ്കര സ്മൂത്തായിട്ടായിരിക്കും റൺ ചെയ്യാൻ പോകുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഇയേഴ്സ് ബാക്ക് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്, അപ്പോൾ അതിൻ്റെതായ
കുറേയധികം പരിമിതികൾ എന്തായാലും ഉണ്ടാവും. എന്നാൽ പോലും എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്യാമറ ആക്സസ് ചെയ്യണം, ഫാസ്റ്റ് ആയിട്ട് ഞാൻ ആക്സസ് ആയിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് എനിക്ക് റൺ ചെയ്യുന്നുണ്ട്. വലിയ മൈക്രോ സ്റ്റാർട്ടേഴ്സോ അതേപോലെ ലാഗോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആപ്പ് ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പേജസ് നമുക്ക് ട്വിസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ സ്റ്റക്ക് ആവുക, ഇങ്ങനെ നിൽക്കുക, അങ്ങനെ ഒരു ബഗ്ഗോ ബാക്കി ഒരു പെർഫോമൻസ് ഇഷ്യൂസോ ഫീൽ ചെയ്യുന്നില്ല. ഹീറ്റിംഗ് ഇഷ്യൂസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ ഗെയിംസ് ഞാൻ ആക്സസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചധികം ചൂട് ഫീൽ ചെയ്തു. അത് നോർമലാണ്, കാരണം ഗെയിം കളിക്കുമ്പോൾ ഡിവൈസ് ചൂടാവും. കാരണം കുറേയധികം പെർഫോമൻസും അതോടൊപ്പം ബാക്കി കാര്യങ്ങളും ആവശ്യമുള്ളതുകൊണ്ട് ഫോൺ ഗെയിം കളിക്കുമ്പോൾ ചൂടാവും. ഇനി നമ്മുടെ iOS 26 ഒഫീഷ്യൽ അപ്ഡേഷൻ എന്നാണ് ലഭിക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ ആപ്പിൾ കറക്റ്റായിട്ട് ഒരു വീക്ക്ലി സൈക്കിൾ അപ്ഡേഷനിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മൺഡേ നൈറ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് രാത്രി 10:00 അപ്ഡേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ച, അതായത് ഈ പറഞ്ഞ 18th നൈറ്റ് രാത്രി 10:00 iOS 26 പുതിയ ബീറ്റ 7 വരാനുള്ള ചാൻസ്. അതിനുശേഷം ലാസ്റ്റ് വീക്ക് 25-ാം തീയതി തന്നെ നമുക്ക് ഒരു ബീറ്റ 8 രാത്രി വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ബീറ്റ 8 വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രിഡിക്റ്റഡ് ടൈമായിട്ട് അല്ലെങ്കിൽ പ്രിഡിക്റ്റഡ് ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സെപ്റ്റംബർ 9-ാം തീയതിയാണ്. സെപ്റ്റംബർ 9-ാം തീയതി വരെ, 25 മുതൽ സെപ്റ്റംബർ 9-ാം തീയതി വരെ നമുക്കൊരു വലിയൊരു ഗ്യാപ്പ് വരും. ഏകദേശം 2 ആഴ്ചയുടെ ഒരു ഗ്യാപ്പ് അപ്ഡേഷൻ വരും. ഈ പറഞ്ഞ 9th ഇവന്റ് കഴിയുമ്പോഴത്തേക്കുമായിരിക്കും iOS 26 RC റിലീസ് വരാനുള്ള ചാൻസ്. RC എന്ന് പറഞ്ഞാൽ റിലീസ് കാൻഡിഡേറ്റ് വരാനുള്ള ചാൻസ്. ഒരു 2 week ടൈം എന്തായാലും എടുക്കും. ആ ഒരു 2 week ടൈം കഴിഞ്ഞിട്ട് 9th ശേഷം നെക്സ്റ്റ് വീക്ക്, അതായത് 15, 16 ആ ഒരു ടൈമിലായിരിക്കും ഐഫോണിന്റെ പുതിയ ലോഞ്ച് വരാനുള്ള ചാൻസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന iOS 26 ഒഫീഷ്യൽ അപ്ഡേഷൻ വരാനുള്ള ചാൻസും. സോ 9th RC വന്ന് ഒരു വീക്ക് ടൈമിൽ നമുക്ക് ഒഫീഷ്യൽ അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു പ്രഡിക്ഷൻസ് ആണ്. ഇതേപോലെ തന്നെ നടക്കുമെന്ന് ഞാൻ യാതൊരു ഗ്യാരണ്ടിയും പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ കൊല്ലവും അതിന് മുമ്പത്തെ കൊല്ലമൊക്കെ വന്നിട്ടുള്ള ആ ഒരു ടൈം പാറ്റേണും അതിൻ്റെ കൂടെ തന്നെ അപ്ഡേഷൻ്റെ ആ ഒരു രീതിയും അനുസരിച്ചാണ് ഈ ഒരു പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് വീക്ക് നമുക്കൊരു അപ്ഡേഷൻ, അതിൻ്റെ ലാസ്റ്റ് വീക്കിലൊരു അപ്ഡേഷൻ, 2 week ഗ്യാപ്പ് വന്നിട്ട് നമുക്ക് 9th അപ്ഡേഷൻ, 15th അല്ലെങ്കിൽ 16th ഒഫീഷ്യൽ അപ്ഡേഷൻ എന്നിങ്ങനെയാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ മേ ബി ആപ്പിൾ iOS 18.7 ഒരു അപ്ഡേഷൻ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബീറ്റാസ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ iOS 26 ബീറ്റ 6 വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലർ ആയിട്ടുള്ള ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കുറേയധികം അടിപൊളിയായ വീഡിയോസ് ലഭിക്കുന്നതാണ്. സോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Yebin Xavier signing from Evica.